നമുക്കറിയാം മലയാള അക്ഷരത്തിൽ നമ്മൾ നീട്ടാൻ വേണ്ടിയിട്ട്, അതായത് ആ എന്നുള്ള സൗണ്ടിന് അല്ലേ, ആ എന്നുള്ള സൗണ്ട് അക്ഷരങ്ങൾക്ക് നീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കും. മലയാള അക്ഷരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ എന്നുള്ള സൗണ്ടിന് വേണ്ടിയിട്ട് നീട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഇത്. എന്നാൽ ഹിന്ദിയിൽ ആ എന്നുള്ള സൗണ്ടിന് ആ എന്ന് നീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അവസാനത്തിലുള്ള ഈ ഒരു വരയാണ്, താഴോട്ടുള്ള ഒരു ലൈൻ. അക്ഷരങ്ങളോട് കൂടെ ആ സൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ ഒരു ലൈന്, ആ എന്നുള്ള സൗണ്ടിന്. ഇനി നമുക്കറിയാം ഈ എന്നുള്ള സൗണ്ടിന്, അക്ഷരങ്ങൾക്ക് ഈ എന്നുള്ള സൗണ്ട് കൊടുക്കാൻ ഇപ്പം കി, സി, ഡി എന്നൊക്കെ ഉള്ള ഈ സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു ചിഹ്നം, ഈ എന്നുള്ള സൗണ്ടിന്. എന്നാൽ ഹിന്ദി ലെറ്ററിൽ നമ്മൾ ഈ സൗണ്ട് വരാൻ, അക്ഷരങ്ങൾക്ക് ഈ സൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഈ വള്ളി ചിഹ്നത്തിന് പകരം നമ്മൾ ഹിന്ദിയിൽ അക്ഷരങ്ങളുടെ ഇടത് സൈഡിലേക്കൊരു വള്ളി കൊടുക്കും. ഇടത് സൈഡിലേക്ക് ഇടുന്ന വള്ളിയാണ് ഈ സൗണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്, ഈ സൗണ്ട് അല്ലേ. ഈ കഴിഞ്ഞാൽ ഈ എന്നുള്ള ലെറ്റർ നമ്മൾ നീട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഈ എന്നുള്ള ലെറ്റർ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ വള്ളിയുടെ സ്റ്റാർട്ടിങ്ങിൽ കുഞ്ഞു റൗണ്ട് കൊടുക്കും അല്ലേ, ഒരു വളച്ചിൽ കൊടുക്കും. ഈ എന്നുള്ള സൗണ്ടിന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നമാണ്. അത് നമ്മൾ ഹിന്ദിയിൽ ഈ എന്നുള്ള സൗണ്ടിന് വേണ്ടിയിട്ട് അക്ഷരങ്ങളോട് കൂടെ വലത് സൈഡിലാണ് നമ്മൾ വള്ളി കൊടുക്കുക. വലത്തെ സൈഡിൽ വള്ളി കൊടുക്കും ഈ എന്നുള്ള സൗണ്ടിന്, അക്ഷരങ്ങളെ ഒന്നുകൂടെ ലോങ് ആക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് നമ്മൾ അക്ഷരങ്ങൾക്ക് ഊ സൗണ്ട് കൊടുക്കും. കൂ, മൂ, പൂ, ഊ എന്നുള്ള ഉച്ചാരണം കൊടുക്കും അല്ലേ. അതായത് ഊ എന്നുള്ള സൗണ്ടിന് നമ്മൾ അക്ഷരങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കും മലയാളത്തിൽ. അത് ഹിന്ദിയിൽ ഊ സൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് അക്ഷരങ്ങൾക്ക് താഴെ ഇങ്ങനെ ഒരു ചിഹ്നത്തെയാണ്. അക്ഷരങ്ങൾക്ക് താഴെ ഈ ഒരു ചിഹ്നം നമ്മൾ കൊടുക്കും. ഊ സൗണ്ടിന് വേണ്ടിയിട്ട് അക്ഷരങ്ങൾക്ക് താഴെ ഈ ഒരു ചിഹ്നത്തെ കൊടുക്കും. ബ്രാക്കറ്റിലിട്ട് തരാം. അക്ഷരങ്ങൾക്ക് താഴെ ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കും. ഇനി അടുത്ത ഊ സൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഊ സൗണ്ട് അല്പം നമ്മൾ നീട്ടാൻ വേണ്ടിയിട്ട് അക്ഷരങ്ങൾ എന്താണ്, നമ്മൾ അക്ഷരങ്ങളോട് കൂടെ ഊ സൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ ഒരു ചിഹ്നത്തിന് ഒന്നും കൂടെ റൗണ്ട് കൊടുക്കും അല്ലേ. ഊ സൗണ്ടാക്കും. ഈ ഊ സൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിന്ദിയിൽ ഊ എന്നുള്ള സൗണ്ട് അക്ഷരങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ കൂ എന്നുള്ളതിന് കൂ എന്നൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അക്ഷരങ്ങൾക്ക് താഴെ ഇങ്ങനെ ഒരു ചിഹ്നത്തെ കൊടുക്കും. അതായത് ഈ ഒരു ചിഹ്നത്തെ നമ്മൾ അക്ഷരത്തിന് താഴെ കൊടുക്കും. അടുത്തത് ഇർ സൗണ്ട് അല്ലേ. ഇർ, കൃഷി, പിന്നെയോ ദൃഷ്ടി എന്നൊക്കെയുള്ള ഇർ സൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ അക്ഷരങ്ങൾക്ക് ഇങ്ങനൊരു ചിഹ്നം കൊടുക്കും, ഇർ സൗണ്ടിന് അല്ലേ. അത് നമ്മൾ ഹിന്ദിയിൽ ഇർ എന്നുള്ള ഈ ഒരു സൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അക്ഷരങ്ങളുടെ കൂടെ, അക്ഷരങ്ങൾക്ക് താഴെ, അക്ഷരത്തിന് താഴെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കും, ഇർ സൗണ്ട്. അതായത് ഇർ എന്നുള്ള ഈ ഒരു സൗണ്ടിന് നമ്മൾ എന്ത് കൊടുക്കും, ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കും. ഓക്കെ, അപ്പം ഇത്രയും ചിഹ്നങ്ങൾ നിങ്ങൾക്ക് റെഡിയായി എന്ന് വിചാരിക്കുന്നു.
നമുക്ക് എ സൗണ്ട് അല്ലേ, മലയാളത്തിലെ എ എന്നുള്ള സൗണ്ട് അക്ഷരങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്ഷരങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ചിഹ്നം കൊടുക്കും. എ അല്ലേ, അക്ഷരത്തിന് മുന്നിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ചിഹ്നം കൊടുക്കും. ഇപ്പം കെ, തേ, നെ അല്ലേ, നെല്ല്, കെണി എന്നൊക്കെയുള്ള എ സൗണ്ട് വരാൻ. അത് ഹിന്ദിയിൽ നമ്മൾ എ സൗണ്ട് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അക്ഷരങ്ങൾക്ക് മുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു വര കൊടുക്കുക. അക്ഷരങ്ങൾക്ക് മുകളിൽ ഇങ്ങനെ ഒരു വര കൊടുക്കുക. ഉണ്ടോ, ഒരു ചരിഞ്ഞ വര കൊടുക്കുക. എ സൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം എ സൗണ്ടിലും ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുക ഹിന്ദിയിൽ. അടുത്തത് ഐ സൗണ്ട്. ഐ എന്നുള്ള ഉച്ചാരണം, ഐ എന്നുള്ള സൗണ്ട് വരാൻ വേണ്ടി നമുക്ക് അക്ഷരങ്ങൾക്ക് മുകളിൽ ഈ ഒരു മുന്നിലായിട്ട് ഇങ്ങനെ 2 ചിഹ്നം കൊടുക്കും. മലയാളത്തിൽ നമ്മൾ ഐ സൗണ്ടിന് വേണ്ടിയിട്ട് ഈ 2 ചിഹ്നങ്ങൾ കൊടുക്കും. ഐ സൗണ്ടിന് കൈ, നമ്മൾ ദൈവം എന്നൊക്കെയുള്ള ഐ എന്നുള്ള സൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളല്ലേ ഹിന്ദിയിൽ നമ്മൾ ഐ സൗണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു വരയാണ് അല്ലേ. ഈ ഒരു വരക്ക് പകരം ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഒരു ചിഹ്നത്തിലാണ് എ സൗണ്ട്, അപ്പോൾ ഒരു വര കൊടുത്ത്. ഇവിടെ ഇതേ ചിഹ്നം 2 വന്നപ്പോഴാണ് ദൈവം എന്നൊക്കെയുള്ള ഐ സൗണ്ട് വന്നത്, ഐ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അക്ഷരങ്ങൾക്ക് മുകളിൽ 2 വര കൊടുക്കുക. അക്ഷരങ്ങൾക്ക് മുകളിൽ എന്ത് ചെയ്യുക, 2 വര കൊടുക്കുക. അടുത്തത് എന്താ, ഓ സൗണ്ട് അല്ലേ. ഓ സൗണ്ടിന് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്, അക്ഷരങ്ങൾക്ക് കൂടെ അല്ലേ ഇങ്ങനെ ഒരു ചിഹ്നം ഓ സൗണ്ട് വരാൻ വേണ്ടിയിട്ട് അക്ഷരങ്ങളോടൊപ്പം ഈ ഒരു ചിഹ്നം കൊടുക്കും അല്ലേ. ഈ ചിഹ്നത്തോടൊപ്പം ആ സൗണ്ട് കൂടെ, എ സൗണ്ടും ആ സൗണ്ടും കൂടുമ്പോഴാണ് എന്താവുന്നത്, ഓ സൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹിന്ദിയിൽ നമുക്ക് ഓ എഴുതാൻ അറിയാം അല്ലേ, നമ്മൾ പഠിച്ചു. ഓ നമ്മൾ എഴുതി കണ്ടോ. ഓ സൗണ്ട് വന്നപ്പോൾ എന്താ, ആ എന്നുള്ള സൗണ്ടിന് മുകളിൽ എ ചിഹ്നം വന്നപ്പോഴാണ് അതെന്തായത്, ഓ എന്നുള്ള ലെറ്റർ ആയത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, ആ സൗണ്ട് കൊടുക്കാം, അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, എ സൗണ്ട് കൊടുത്തപ്പോൾ എന്തായി, ഓ സൗണ്ട്, ഓ. അടുത്തത് എന്താ, ഓ സൗണ്ടാണ് അല്ലേ, ഔ സൗണ്ട്, ഓക്കും ഒന്നാണ്. ഇനി അടുത്തത് ഔ സൗണ്ട് നമുക്ക് ചിന്തിക്കാം. അതായത് മലയാളത്തിൽ ഔന്ന് എഴുതിയിട്ടില്ല അല്ലേ. ഔ സൗണ്ടിന് നമ്മൾ അക്ഷരങ്ങളോട് ഈ ഒരു ചിഹ്നം കൊടുക്കും. ഓനോട് കൂടെ ഈ ചിഹ്നം കൊടുത്തപ്പോൾ ഔവായി. കാനോട് കൂടെ ഈ ഒരു ചിഹ്നം കൊടുത്താൽ കൗ, പാനോട് കൂടെ ഈ ഒരു ചിഹ്നം കൊടുത്താൽ പൗ. അപ്പോൾ ഈ ഒരു ചിഹ്നം എങ്ങനെ ഹിന്ദിയിൽ നമുക്ക് നോക്കാം. ഹിന്ദിയിൽ ഈ ഒരു ചിഹ്നത്തിന് പകരം നമ്മൾ കൊടുക്കുന്നതാണ് ഓ സൗണ്ടിന് ആ സൗണ്ടും എ സൗണ്ട് 2 ഇവിടെ വന്നു. അതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ അക്ഷരങ്ങൾക്കും കൊടുക്കുമ്പം എന്താവും, ഔ സൗണ്ട് വരും. ആ സൗണ്ടിൻ്റെ കൂടെ എ സൗണ്ടിൻ്റെ ഐ സൗണ്ടിൻ്റെ ഇത് വന്നു അല്ലേ. ഇപ്പം എന്തായി, ഔ.